മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയിലേക്ക് കടക്കുന്നു. തെലങ്കാനയെ ഞെട്ടിച്ച് പോക്സോ കേസ് പ്രതി നടത്തിയ കൂട്ടക്കൊലപാതകം. പോക്സോ കേസിൽ ഇരയായ 16-കാരിയെയും കുടുംബത്തെയും അടക്കം 6 പേരെയാണ് കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം കാറിൽ രക്ഷപ്പെട്ട പ്രതിയെ പിടികൂടാൻ പോലീസ് തീവ്രശ്രമം തുടരുകയാണ്. പോക്സോ കേസ് പ്രതിയായ റായ്വാലഗുഡ സ്വദേശിയായ രാജ്കുമാറാണ് കൂട്ടക്കൊലപാതകം നടത്തിയത്. കൊല്ലപ്പെട്ടവരിൽ ഇയാളുടെ സ്വന്തം ഭാര്യയും 2 മക്കളും ഉൾപ്പെടുന്നു. കൊല്ലപ്പെട്ട 16-കാരിയുടെ പരാതിയിൽ നേരത്തെ ഇയാൾക്കെതിരെ പോക്സോ കേസ് എടുത്തിരുന്നു. രംഗറെഡ്ഡി ജില്ലയിലെ ഷബാദ് ടൗണിലും റായ്വാലഗുഡിയയിലുമായാണ് കൂട്ടക്കൊലപാതകം അരങ്ങേറിയത്. പ്രതിക്കെതിരായ പോക്സോ കേസിലെ ഇരയായ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ ഇയാൾ പെൺകുട്ടിയുടെ മാതാവ് വാതിൽ തുറന്നതും കത്തിക്കൊണ്ട് ആക്രമിക്കുകയും വീടിനുള്ളിലേക്ക് അതിക്രമിച്ച് കടന്ന ശേഷം ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയുടെ മുത്തശ്ശിയെയും കൊലപ്പെടുത്തി. പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി തന്റെ ഗ്രാമത്തിലെ തടാകത്തിന് സമീപം എത്തിച്ച് കുത്തിക്കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു. 3 പേരെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി രാത്രി 11 മണി കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് എത്തുകയും ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഭാര്യയെയും 4ഉം 18ഉം വയസ്സുള്ള 2 ആൺമക്കളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയുമായിരുന്നു. പിന്നീട് ഷബാദിൽ താമസിക്കുന്ന സ്വന്തം പിതാവിനെ ഫോണിൽ വിളിച്ച ഇയാൾ കൊലപാതക വിവരം അറിയിച്ചു. ഇയാളുടെ പിതാവാണ് ഇക്കാര്യം പോലീസിനെ അറിയിച്ചത്. മെയ് മാസത്തിലാണ് ഇയാൾക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതേ തുടർന്ന് ഒളിവിൽ പോയ ഇയാൾ ജൂൺ മാസം മുൻകൂർ ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് പുറത്തിറങ്ങിയതും കൂട്ടക്കൊലപാതകം നടത്തിയതും. ജനം, ഡൽഹി.